നമസ്കാരം. ഖമേനിയെ കൂട്ടക്കുരുതി നടത്താൻ ഇസ്രായേൽ പട. ട്രംപുമായി ഇടഞ്ഞ് ഇസ്രായേൽ ഇറാൻ യുദ്ധം. ഇറാനുമായി യുദ്ധം പുനരാരംഭിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു. ഖമേനി കുടുംബത്തെ ഉന്മൂലനം ചെയ്ത് ഇറാനെ മോചിപ്പിക്കുവാൻ ഇസ്രായേൽ രംഗത്തെത്തുന്നു. ഇറാന്റെ അന്ത്യം കുറിക്കുമെന്ന വീരവാദം. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നതിനിടയിലും വെല്ലുവിളി ഉയർത്തുകയാണ് ഇസ്രായേൽ. ഇറാനുമായിട്ട് നേരിട്ടുള്ള യുദ്ധത്തിന് തങ്ങൾ സജ്ജമാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പച്ചക്കൊടി ലഭിച്ചാലുടൻ ആക്രമണം ആരംഭിക്കുമെന്നൊക്കെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാനിലെ സുപ്രധാന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ അടയാളപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അടുത്ത ഘട്ടത്തിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ വ്യക്തമാക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് സ്ഥാനം അലങ്കരിക്കുന്ന ഖമേനി, ആ ഖമേനി പരമ്പരയ്ക്ക് അന്ത്യം കുറിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ വെല്ലുവിളി. ഇതോടെ മേഖലയിൽ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ഇസ്രായേൽ നൽകുന്ന സൂചന എന്ന് പറയുന്ന ഇറാനെ വീണ്ടും ആക്രമിക്കുന്നു. ഇറാന്റെ താല്പര്യങ്ങളും അവകാശങ്ങളും പൂർണ്ണമായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ അമേരിക്കയുമായുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകൂ എന്ന് ഇറാന്റെ നിലപാട് വരുമ്പോഴും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫാണ് ഇത്തരത്തിലുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം നീക്കാതെ ഹോർമൂസ് കടലിലേക്ക് തുറന്നു കൊടുക്കില്ല എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഉപാധികൾ അംഗീകരിക്കാത്ത പക്ഷം നിലവിലെ വെടിനിർത്തൽ നീക്കങ്ങൾക്കും പ്രസക്തിയില്ല എന്ന ഇറാന്റെ നിലപാട് സ്പീക്കർ അറിയിച്ചതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാകും. പാകിസ്ഥാനിൽ തുടങ്ങാനിരിക്കുന്ന അമേരിക്ക ഇറാൻ സമാധാന ചർച്ചയും കൂടുതൽ അനിശ്ചിതത്വത്തിലായിട്ടുണ്ട്. പാകിസ്ഥാനിലെ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടും അമേരിക്ക വെടിനിർത്തൽ നീട്ടിയത് തങ്ങളുടെ വിജയമാണ് എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ നീട്ടുകയാണെന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. പുതിയ തീയതി പോലും പറയാതാണ് ട്രംപ് വെടിനിർത്തൽ നീട്ടിയത് എന്നതിന് ഇത് നീളുവാനും സാധ്യതയുണ്ടെന്നാണ്. പക്ഷേ ഇതൊന്നും ഇസ്രായേലിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതിനിടയിലാണ് സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്ന പ്രതീക്ഷയിൽ ലോകം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഹോർമൂസിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇവിടെയാണ് ഇസ്രായേൽ തനിച്ച് യുദ്ധം ചെയ്യുവാൻ, അമേരിക്കയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ട്രംപിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഖമേനി കുടുംബത്തെ കൂട്ടക്കുരുതി നടത്തുവാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ പട രംഗത്തെത്തുന്നത്. ട്രംപുമായിട്ട് ഇടഞ്ഞുകൊണ്ടാണെങ്കിലും ഇസ്രായേൽ ഇറാൻ യുദ്ധം നടത്തുമെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ വീരവാദം. അത്തരത്തിൽ ഇസ്രായേലിന് ഒരു താല്പര്യമില്ല ഇറാനുമായിട്ടൊരു സമാധാന ചർച്ച പൂർത്തിയാക്കാൻ. പകരം ഇറാനെ തകർക്കുക, ഖമേനി കുടുംബത്തെ കൂട്ടക്കുരുതി നടത്തുക എന്നത് മാത്രമാണ് ഇസ്രായേലിന്റെ മുന്നിലെ ആകെയുള്ള ലക്ഷ്യം.